ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ വേസ്റ്റായി കിടക്കുന്ന ഇതുപോലത്തെ ചെറിയ കുപ്പികളൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് ചെറിയ ബോട്ടിലുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് എസൻസ് ഒക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ചെറിയ ചെറിയ ബോട്ടിലുകളാണ്. അപ്പോൾ ഞാനതെല്ലാം എനിക്ക് കളയാനായിട്ടൊരു വഴിയില്ല. അപ്പോൾ ഞാനത് വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അതുകൊണ്ട് ആണ് ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ കുപ്പിയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അതിലെ അടപ്പും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കളഞ്ഞ് നമ്മുടെ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, പേപ്പറിലുള്ള സീലും എല്ലാം അവരുടെ എംബ്ലം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് കളഞ്ഞ് വൃത്തിയാക്കി നമുക്കെടുക്കാം. അവരുടെ ലേബലൊക്കെ ഇതുപോലെ വെറുതെ വെള്ളത്തിലിട്ടാൽ വേഗം നമുക്ക് അതങ്ങ് മാറ്റിയെടുക്കാൻ കഴിയും. ലേബലെല്ലാം പൊളിച്ച് കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. കുപ്പി നല്ല ക്ലിയർ ആയിട്ടിരിക്കണം. ഇതുപോലെ നമുക്ക് ഒരുപാട് വേസ്റ്റ് ബോട്ടിലുകൾ നമ്മളുടെ വീടുകളിൽ കിട്ടും. അപ്പോൾ നമ്മളത് ഇതുപോലെ കളയാൻ പറ്റാതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് പ്രയോജനപരമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുപ്പിയെല്ലാം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു റിങ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ കുട്ടികളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വാങ്ങുന്ന ഒരു റിങ്ങാണിത്. സാധാരണ ഒരു റിങ്ങാണിത്. ഇത് നമ്മുടെ സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ ഒരെണ്ണം വാങ്ങിയതാണ് ഞാൻ. ഇതുപോലെ ഒരു ത്രെഡ് വേണം നമുക്ക്. ഈ ത്രെഡ് വേണം എന്നില്ല കേട്ടോ. ഈ ത്രെഡ് എൻ്റെ കയ്യിൽ ഇത് ട്വൈനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ട്വൈൻ എടുത്തു. അല്ലെങ്കിൽ ടങ്കീസ് പോലെയുള്ള എന്തെങ്കിലും നല്ല ബലമുള്ള ത്രെഡൊക്കെ നമുക്കതിന് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സ്കെയിൽ വെച്ചൊന്ന് അളന്നങ്ങ് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു സ്പൈറൽ ഗാർഡൻ പോലെ ഒരു ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ത്രെഡിൻ്റെ ചെറിയ നൂല് മുതൽ നമുക്ക് നല്ലോണം നല്ല നീളം കൂടിയ നൂല് വരെ ഞാനൊന്ന് അളന്നങ്ങ് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് കെട്ടിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ കെട്ടിച്ച് ലെവൽ നോക്കി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ ഞാൻ മുറിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരളവ് കണ്ട് ഞാനങ്ങ് മുറിച്ചെടുത്തു. അതുപോലെ ഞാനൊരു 9 കുപ്പിയാണ്. ഞാനിത് ചെറിയ റൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 9 കുപ്പിയോളം മതിയാവും. 8-9 കുപ്പി മതിയാവും. അപ്പോൾ ഞാൻ അതിനാവശ്യമുള്ള നൂല് കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ വലിയ റിങ്ങിൽ ചെയ്യണമെങ്കിൽ വലിയ റിങ്ങിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റിങ്ങും ഇതായതുകൊണ്ട് ഞാനിപ്പോൾ അതുകൊണ്ടങ്ങ് ചെയ്തതേ ഉള്ളൂ. നമുക്കിനി ഓരോ ബോട്ടിലും നമ്മളിതുപോലെ ആ റിങ്ങിൽ ടൈ ചെയ്തിടാം. കുപ്പി നല്ലതുപോലെ ടൈ ചെയ്തിടണം. ഇത് താഴെ വീഴരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ലതുപോലെ ടൈ ചെയ്ത് എടുക്കുക. ഇതുപോലെ എല്ലാ ബോട്ടിലും നമ്മൾ നല്ലതുപോലെ ടൈ ചെയ്തെടുക്കണം. ഒരേ അളവിൽ തന്നെ അകത്തി നമുക്ക് കെട്ടിയിടാം. അപ്പോൾ നമുക്ക് കുപ്പിയുടെ താഴേക്ക് എത്ര ലെങ്ത്തിൽ വ്യത്യാസം വരുന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ചെറിയ ഇത് ചില്ലിൻ്റെ തന്നെ കുപ്പികളാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കൊക്കക്കോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിനറൽ വാട്ടറൊക്കെ കിട്ടുന്ന കുപ്പികൾ അതെന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ കുപ്പി ഒരുപാട് എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് പുറത്തൊന്നും നമ്മുടെ എങ്ങും കളയാൻ നിർത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനിത് ചെയ്തെടുത്താണ്. ഇതുപോലെ ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് അനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. എല്ലാ കുപ്പിയും ഒരേ ഡിസ്റ്റൻസിൽ തന്നെ ഹാങ് ചെയ്തിടുക. ട്വൈനായതുകൊണ്ട് ഞാനൊരു 2 ഇഴ വെച്ചായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇതിൽ മാത്രം ചിലപ്പോൾ നിന്നില്ലെങ്കിലോ, ഇതിനകത്ത് നമ്മളിനി വെള്ളത്തിലാണ് ഞാൻ ഈ പ്ലാന്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ 2 ഇഴ നൂല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ഹാങ് ചെയ്ത് കഴിഞ്ഞു.
ഇപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ എൻ്റെ കെട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ബോട്ടിൽസ് അല്പം ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ അപ്പോൾ എല്ലാ ബോട്ടിലും ചെരിഞ്ഞായതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ത്രെഡ് എടുത്തിട്ട് അത് ലെവൽ ചെയ്ത് വേണമെങ്കിൽ കെട്ടിയിടാം. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഉള്ള നമ്മൾ എവിടെയെങ്കിലും കൊളുത്തി ഇടണമല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്കുള്ള ത്രെഡ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനിപ്പോൾ ഒരേ ലെങ്ത്തിലുള്ള ത്രെഡ് തന്നെ നമുക്ക് എടുക്കാം. ഇതുപോലെ ലെവലിൽ വേണം നമുക്ക് ഹാങ് ചെയ്തിടാൻ. എല്ലാ ബോട്ടിലിനും ഒരേ ലെവലിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഒരേ ലെവലിലാക്കിയിട്ട് ഒരേ ലെങ്ത്തിലുള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര വേണം? ഞാൻ 4 എടുത്തിരിക്കുന്നത്, 4 ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം 4 സൈഡിൽ നിന്നും വെക്കാമെന്ന് വിചാരിച്ചിട്ട്. കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കെട്ടായി പോവും, ആ കുപ്പികളിങ്ങനെ ചുറ്റി വരും. അപ്പോൾ നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം. അതുപോലെ എല്ലാ സൈഡിലും ഒന്ന് ചുറ്റി കൊടുക്കാം. ഞാൻ 4 ത്രെഡ് എടുത്തിട്ട് 4 സൈഡിൽ നിന്ന് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അതെല്ലാം കൂടി കൃത്യമായിട്ട് ഒരേ ലെവലിൽ പിടിച്ചിട്ട് മേളിൽ ഒരു ടൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പിടിച്ചിട്ട് മേളിൽ ആ ലെവൽ ചെയ്ത് അങ്ങോട്ട് ടൈ ചെയ്യാം. നമ്മൾ ആ താഴെ വെച്ചപ്പോൾ കുപ്പി അത് ത്രെഡ് തമ്മിൽ ചുറ്റിപ്പോയായിരുന്നു, അതുകൊണ്ടാണ് ഒരു ചെറുത്. ഇതുപോലെ കെട്ടുക. അപ്പോൾ എല്ലാം ഈക്വലായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതിൽ വെള്ളം നിറച്ച് പ്ലാന്റ് വെക്കണം. വേണമെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തീരെ കുഞ്ഞു കുപ്പിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മണ്ണ് ഫില്ല് ചെയ്യാനൊന്നും ഞാൻ പോയില്ല. ഇതുപോലെ ഞാൻ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് മണി പ്ലാന്റ് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. എല്ലാ ബോട്ടിലും വെള്ളം ഫില്ല് ചെയ്തിട്ട് ഞാൻ മണി പ്ലാന്റിൻ്റെ ചെറിയ മണി പ്ലാന്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഓരോ ലീവ്സ് ചെറിയൊരു ഇത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ അതേ ബോട്ടിൽ തന്നെ എൻ്റെ കുറേ ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് അതിലേക്ക് ഞാൻ ഊളൻ ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. നമുക്ക് നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറേ ബോട്ടിലുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെയും കൂടി ചെയ്യാൻ പറ്റിയത്. അതും എല്ലാം ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ചെറിയൊരു റിങ് തന്നെയാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഞാൻ 9 കുപ്പികൾ തന്നെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് എല്ലാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോട്ടിലൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. എൻ്റെ ലെങ്ത്തും എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഊളൻ ത്രെഡ് കംപ്ലീറ്റ് ചുറ്റിക്കൊടുത്തു. ഞാനിവിടെ 2 കളറിലുള്ള ഊളൻ ത്രെഡ് യൂസ് ചെയ്തു, പച്ചയും മഞ്ഞ. അപ്പോൾ ഒന്ന് മാറി ഒരു ഒന്നിടവിട്ട് ഇങ്ങനെ മാറി ഇപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതൊന്നും അങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ വേണമെന്നില്ലല്ലോ. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഒരുപാട് ചെറിയ ജാമിൻ്റെ ബോട്ടിലുകൾ അങ്ങനെ ഉള്ള ബോട്ടിലുകളെല്ലാം നമ്മുടെ വീടുകളിൽ കാണും. അപ്പോൾ ഇതുപോലെ വെറുതെ വെള്ളം നിറച്ച് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വെറുതെ വെള്ളം നിറച്ചിട്ട് ഏതെങ്കിലും പ്ലാന്റ് ഇട്ട് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ എല്ലാ ബോട്ടിലുകളിലും ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ഞാൻ എല്ലാ ബോട്ടിലും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്.
രണ്ട് കളറിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ. ഇതുപോലെ ഇതിലും വെള്ളം നിറച്ചിട്ട് നമുക്കതുപോലെ ഇതുപോലെ പ്ലാന്റ്സ് ഇട്ട് വയ്ക്കാം. അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ ഹാങ് ചെയ്തിട്ടാണിത്. അപ്പം നിങ്ങളെല്ലാവർക്കും ഇതുണ്ട്, ഇതാണ് കളറ് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. അന്നേരം ഞാൻ ഇച്ചിരിയുടെ വലിയ മണി പ്ലാന്റിൻ്റെ ലീവ്സ് 2 ലീവ്സ് ഞാനിപ്പോൾ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. ആ കളറും കൂടി ഒന്ന് കാണുമല്ലോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുപ്പികളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.